ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ലാബ് 25 കണ്ടിന്യൂറ്റി ആണ്. സെക്കൻഡ് ഇയറിൽ വരുന്നതാണ്. 2025 ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ഗ്രാഫ് വരച്ചിട്ടുണ്ട്, ഒരു ഫംഗ്ഷൻ വരച്ചിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിന്യൂസ് ആണോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ എൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും 1-ലായിരിക്കുമ്പോഴാണ് ചെക്ക് ചെയ്യേണ്ടത്. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് 2 ആണ് 1-ൽ, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് 3 ആണ്. അപ്പോൾ LHലും RHലും എഫ് ഓഫ് എയും സെയിം അല്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കണ്ടിന്യൂസ് അല്ല എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ്റെ വാല്യൂ മാറ്റുന്നതിനനുസരിച്ചാണ് അതെന്താവുക, കണ്ടിന്യൂസ് ആവുക. ഓക്കെ, അപ്പോൾ അവിടെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, ഇനി നമ്മൾക്ക് ഉള്ള ആക്ടിവിറ്റി എന്ന് പറയുന്നത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഒരു സ്ലൈഡർ ക്രിയേറ്റ് ചെയ്ത് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഒരു കെ എന്നുള്ളൊരു സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യുക. 0.1 ഇൻക്രിമെൻറ്റ് വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. അതിനുശേഷം ഫംഗ്ഷൻ അടിച്ചു കൊടുക്കുക. ഇഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എക്സ് സ്ക്വയർ പ്ലസ് കെ എക്സ് ഗ്രേറ്റർ ദാൻ 2 4 മൈനസ് എക്സ് മൈനസ് 3 ദ ഹോൾ സ്ക്വയർ. അതാണ് ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യത്തെ ഫംഗ്ഷനോട് വളരെ സാമ്യമുള്ളത് കൊണ്ട് ആദ്യത്തെ ഫംഗ്ഷൻ ഒന്ന് എഡിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒന്നെങ്കിൽ എഡിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അടുത്ത ഇത് പുതിയതായി ടൈപ്പ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, ഒന്നും വിഷയമുള്ള കാര്യമല്ല. എഡിറ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. കാര്യം ഒന്നുകൂടെ അടിക്കേണ്ട ബുദ്ധിമുട്ട് വരുന്നില്ല. എന്തായാലും നിങ്ങളാണ് ചെയ്യുന്നത്, നിങ്ങളുടെ ഇഷ്ടം. പിന്നെ സ്ലൈഡർ കെ എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്യാതിരിക്കാം. ഇപ്പോൾ പേര് മാറിയാലും അത് അവിടെ കൊടുത്താൽ മതി. ഇപ്പോൾ എ ആണ് എടുക്കണമെങ്കിൽ കെക്ക് വരെ അവിടെ എ കൊടുത്താൽ മതി. ഓക്കെ, അതിനനുസരിച്ചാണ് നമുക്ക് മാറ്റം വരിക. അപ്പോൾ നമുക്കറിയാൻ പറ്റും 2-ലാണ് ഫംഗ്ഷൻ്റെ ഇത് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ LHലും RHലും സെയിം അല്ല. അപ്പോൾ കെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് LHലും RHലും ഉണ്ടാക്കുക, സെയിം ആക്കുക. നമുക്ക് ഇപ്പോഴും കെ മിക്കവാറും ഒരു പോസിറ്റീവ് ഇൻറ്റീജർ ആയിട്ടാണ് വരിക. ഓക്കെ, അപ്പോൾ ഡെസിമൽസ് വരുന്നുണ്ടെങ്കിൽ ഒന്ന് സൂം ചെയ്ത് നോക്കുക, എവിടെയെങ്കിലും ഡിസ്കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ ഇവിടെ K-1-ലാണ് ഫംഗ്ഷൻ എന്തായിട്ടുള്ളത്, കണ്ടിന്യൂസ് ആയിട്ടുള്ളത്. ഇനി അടുത്ത ആക്ടിവിറ്റി എന്ന് പറയുന്നത് 2 സ്ലൈഡർ ക്രിയേറ്റ് ചെയ്തുകൊണ്ടുള്ള പ്രോപ്പർട്ടിയാണ്. അപ്പോൾ അത് ഞാൻ ചെയ്യുന്നില്ല. കാര്യം ഒരു സ്ലൈഡറെ ക്രിയേറ്റ് ചെയ്യുന്നുള്ളൂ. ആദ്യത്തെ സ്ലൈഡറിൻ്റെ ഇൻക്രിമെൻറ്റ് സെയിം ആയതുകൊണ്ട് തന്നെ രണ്ടാമതൊരു സ്ലൈഡർ ഒരെണ്ണേ ക്രിയേറ്റ് ചെയ്യുന്നുള്ളൂ. ആദ്യത്തെ ഡിലീറ്റ് ചെയ്യുന്നില്ല, ജസ്റ്റ് നെയിം ഒന്ന് മാറ്റി. ഓക്കെ, അങ്ങനത്തെ സ്മാർട്ട് വർക്കുകളൊക്കെ ചെയ്യാം സമയം ലാഭിക്കാൻ വേണ്ടി. അതിനുശേഷം ഫംഗ്ഷൻ ടൈപ്പ് ചെയ്യുന്നു. ഇഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 a മൈനസ് എക്സ് -1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 2 എക്സ് സ്ക്വയർ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആകുമ്പോൾ b പ്ലസ് എക്സ്. ഇച്ചിരി വലിയ ഫംഗ്ഷനാണ്. അപ്പോൾ അത് സമാധാനത്തിൽ ടൈപ്പ് ചെയ്യുക. കോപ്പി പേസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ കമ്പ്യൂട്ടർ ഓൺലൈൻ എക്സാം ആയതുകൊണ്ട് തന്നെ കോപ്പി പേസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്ത ശേഷം ചെയ്ത ആക്ടിവിറ്റി കറക്റ്റ് ആണെന്ന് ചെക്ക് ചെയ്യുക. ചിലപ്പോൾ തെറ്റാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫംഗ്ഷൻ നമ്മൾ വ്യക്തമായി സാവകാശത്തിൽ തെറ്റുകളൊന്നും കൂടാതെ, നമ്മളൊരു ഈക്വൽ ടു വന്നാൽ പോലും ചിലപ്പോൾ ഫംഗ്ഷൻ മാറുന്നു എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് ഫംഗ്ഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു, അടിച്ചു കൊടുക്കുന്നു. ഓക്കെ, എന്നിട്ട് a ഈക്വൽ ടു 1-ലും b ഈക്വൽ ടു 1-ഉം സെറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആവുന്ന പോയിൻറ്റ്സ് ചെക്ക് ചെയ്യുക. ഓക്കെ, രണ്ടും 1-ൽ തന്നെയാണ്. അപ്പോൾ എന്താണ്, ഒരു സർട്ടൻ പോയിൻറ്റ്സിൽ ഇപ്പോൾ 1-ലും 2-ലും ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആവുന്നുണ്ട്. LHലും RHലും നോക്കുക. അത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് നോക്കുക, റൈറ്റ് സൈഡിൽ നിന്ന് നോക്കുക, വാല്യൂസ് എഴുതുക. അതിനുശേഷം എൻ്റെയും ബീൻ്റെയും വാല്യൂസ് ഒന്ന് മാറ്റി മാറ്റി കൊടുക്കുക. അങ്ങനെ മാറ്റി മാറ്റി രണ്ടും ആ ഒരു നടുക്കത്തെ സെക്ഷനോട് കോയിൻസൈഡ് ചെയ്യുന്ന സമയം നമുക്ക് പറയാൻ പറ്റും ദ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ്. ഓക്കെ, അപ്പോൾ ഞാനത് എന്ത് ചെയ്യുന്നു, അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണിപ്പോൾ. ഓക്കെ, ഇപ്പോൾ a ഈക്വൽ ടു 1 b ഈക്വൽ ടു 1 ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി രണ്ടിൻ്റെ വാല്യൂസ് അഡ്ജസ്റ്റ് ചെയ്യാം. അത് ഏകദേശം നമുക്ക് അറിയാൻ പറ്റും. ആദ്യത്തെ a 2-ലും b എന്താണ്, അതും 2-ലാവുമ്പോഴാണ് ആ ഫംഗ്ഷൻ കൈയെടുക്കാതെ വരയ്ക്കാൻ പറ്റുന്നത്. ദാറ്റ് മീൻസ് ദ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ്. ഓക്കെ, അപ്പോൾ നമുക്ക് എൻ്റെയും ബിൻ്റെയും വാല്യൂ എഴുതി കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഇനി നാലാമത്തെ എന്ന് പറയുന്നതും ഫംഗ്ഷൻ വരച്ചിട്ട് ഇതാക്കാനുള്ളതാണ്. ഇഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 2 മൈനസ് എക്സ് സ്ക്വയർ ആൻഡ് ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 1 2x. അതാണ് എൻ്റെ ഫംഗ്ഷൻ. അപ്പോൾ ഞാൻ ഇൻപുട്ട് കമാൻഡ് കൊടുത്തുകൊണ്ട് ഫംഗ്ഷൻ വരയ്ക്കുന്നു. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ ഓൾജിബ്രിക് വ്യൂ നമ്മൾ ഈ ടൈപ്പ് ചെയ്യുന്ന ഭാഗത്ത് വരും. ഓക്കെ, നമുക്ക് ഇപ്പോൾ വരയ്ക്കുന്ന ഒരു കണ്ടിന്യൂസ് അല്ലാത്ത നോൺ കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു ഫംഗ്ഷനാണ്. നമുക്ക് ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫംഗ്ഷനെ കണ്ടിന്യൂസ് ആക്കാൻ വേണ്ടി ഫംഗ്ഷനുകളിൽ വേണ്ട മാറ്റം കൊടുക്കുക എന്നുള്ളതാണ്. ആദ്യം നമ്മൾ എക്സിന് 1 കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 1 ആണ്. ഓക്കെ, രണ്ടാമത് കൊടുക്കുമ്പോൾ 2 ആണ് കിട്ടുന്നത്. അപ്പോൾ 2-ൽ നിന്ന് 1 കുറച്ച് കഴിഞ്ഞാൽ 1 കിട്ടും. അപ്പോൾ അവിടെ ഞാൻ 2x - 1 എന്ന് കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ.